ഹലോ, എന്താണിത്? ഞാൻ മാഡത്തിനൊന്ന് കാണാനാ. അതിനെ ഒളിഞ്ഞു നോക്കണം എന്തിനാണ്? ഒളിഞ്ഞു നോക്കിയൊന്നുമില്ലല്ലോ. നിങ്ങളാരാ? ഞാനാരാണെന്നാ? എൻ്റെ ഈ കോലം കണ്ടാൽ അറിയാൻ പാടില്ലേ? അതെന്നെ ചോദിച്ചു. നിങ്ങളാരാ? പോലീസൊന്നും ഇല്ലല്ലോ. പോലീസൊന്നുമല്ല, ഞാനിവിടുത്തെ പ്യൂണാണ്. എന്നെ ചോദിച്ചു. പ്യൂണല്ലേ? മാഡത്തിനൊന്ന് കണ്ടോട്ടെ. പോയി കാണും. നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ ചിരഞ്ജീവിയുടെ അച്ഛനാണ്. ചിരഞ്ജീവി എൻ്റെ മോൻ ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛനാണ്, പേര് സത്യശീലൻ. എന്തായി? ഞാൻ വന്നതിപ്പോ വേറൊരു കാര്യം പറയാനാ. പിന്നെ അവനിപ്പോ ഈ TC ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപേക്ഷയായിട്ട് ഇപ്പൊ ഇവിടെ വരും. അതിനെന്താ, വരുമ്പോ തന്നെ കൊടുക്കാലോ. അയ്യോ, അത് കൊടുക്കണ്ട. അത് കൊടുക്കണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് വന്നാണ് ഞാൻ. എന്തായി പറയണേ? അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? സത്യത്തിൽ അത് ഇവൻ LP സ്കൂൾ വരെ പഠിച്ചിട്ട് 5ാം ക്ലാസ് മുതൽ ഇവിടെ അവനെ കൊണ്ടുവന്ന് ചേർത്തിയത് ഞാനാണ്. അല്ല, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ക്ലർക്ക് സുഗതം വന്നിട്ടില്ല. വരുമ്പോ അഡ്മിഷൻ രജിസ്റ്റർ ഒന്ന് നോക്കട്ടെ. പക്ഷേ ഈ TCയിൽ മാഡം ഒപ്പിടുക. അതെ, അത് ഒപ്പിട്ട് കൊടുക്കരുത്. അത് പറയാനാ വന്നത്. നിങ്ങൾ എന്തായി പറയണേ? അവനിപ്പോ പോളിടെക്നിക്കിൽ കിട്ടിയിട്ടുണ്ടേ. എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ? അതിപ്പോ പഠിക്കാനൊക്കെ അവൻ ഭയങ്കര മിടുക്കനാണ്. നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. പഠിച്ചു കഴിഞ്ഞാൽ അവന് ജോലിയും കിട്ടും. ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണത്. വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടാളും ഒന്നാവും, ഞാൻ പുറത്താവും. അങ്ങനെയാണ്. അത് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാഡം. അത് വേണ്ട, അത് കൊടുക്കണ്ട. അതാണ്. ഇനിയിപ്പോൾ അവന് പിന്നെ TCക്കുള്ള അപേക്ഷ കൊണ്ടുവരുമല്ലോ. ആ അപേക്ഷയിൽ ഒപ്പിട്ടിരിക്കുന്നത് ഞാനല്ല, അത് വേറൊരാളാണ്. അതാരാ? അതാ അവന്റെ അമ്മ. കുട്ടിയുടെ അമ്മയല്ലേ? നിങ്ങൾ എന്താ ഈ പറയണേ? അമ്മയല്ലേ എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? അത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഉടക്കുണ്ട്. അതൊന്നും ഇപ്പൊ വേണ്ട. അതൊക്കെ ഞാൻ വേറൊരു പ്രാവശ്യം വരുമ്പോ അപ്പൊ പറയാം. അതൊന്നും ഇപ്പൊ പറയണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ഈ TCയിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് ആരാ? മാഡല്ലേ? അതെ. ആ TCയിൽ മാഡം ഒപ്പിട്ട് കൊടുക്കരുത്. എങ്ങാനും ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നാളെ അത് വിഷയമാക്കും. അത് മാഡത്തിന് ബുദ്ധിമുട്ടാവും, സ്കൂളിന് ബുദ്ധിമുട്ടാവും, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നീക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ചെയ്യും. അതിനെ കൊണ്ട് ചെയ്യിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, അതിൽ ഒപ്പിടരുത്. ഞാൻ പോട്ടെ. എന്ത് മനുഷ്യനത്? സുമേഷ് ഏട്ടാ. എന്തോ? ചിരഞ്ജീവി ഇവിടെ പഠിച്ചതാ? ചിരഞ്ജീവിയാ?